Hello friends, welcome to Spicy Voyage. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലെമൺ ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഏത് ടൈപ്പ് റൈസിന്റെ കൂടെയും കഴിക്കാം, അതുപോലെ ബിരിയാണിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് കട്ട് ചെയ്ത് അതിന്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് ചിരണ്ടിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച നാരങ്ങയുടെ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് പൾസ് ബട്ടൺ ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തോണ്ട് വരാം. നല്ല പേസ്റ്റ് ആക്കി അരയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഒതുക്കി എടുത്താൽ മതി. ലെമണിൻ്റെ പീസസ് ഒക്കെ ഒന്ന് നന്നായിട്ട് അരിഞ്ഞു കിട്ടണം. അപ്പം നമ്മളിവിടെ ഈ ഒരു പരുവത്തിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വേണമെങ്കിൽ നമ്മൾ ആദ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്ന സമയത്ത് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഇനി ഇത് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കറക്കി എടുത്തോണ്ട് വരാം. ഇപ്പം നമ്മുടെ ലെമൺ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം നാരങ്ങയുടെ തൊണ്ടിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസസ് കിടപ്പുണ്ട്. അത് പക്ഷേ കുഴപ്പമൊന്നുമില്ല, ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.